ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണല്ലോ അല്ലെ കുഞ്ഞുങ്ങളെ? ഓക്കെ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിന്റെ കരുണയാൽ ഒരു പ്രൊവിൻഷ്യൽ ടീമിന്റെ ഒരു ദിവസത്തെ അവർക്കുള്ള ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പുതിയ ടീം വന്നിരിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കുറവലങ്ങാട് മോർഷേതി കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തു. ആ മഴയ്ക്ക് ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടില്ല, പക്ഷേ അപ്പോൾ നിങ്ങളുടെ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയെ പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ അറിഞ്ഞവരും ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേറെ പിരിഞ്ഞ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട് തരത്തിൽ നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. ഒന്ന്, നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനിച്ച് വളർന്ന വീട്, പിന്നെ നമ്മുടെ ഈ വലിയ കുടുംബത്തിൽ നിന്ന് കേട്ടോ. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കുക. നമ്മൾ സമൂഹം ഒരുമിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുക. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു കാര്യസമാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വിശുദ്ധ ജത്രൂദിന്റെ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സുരസ്നായ നന്മ തീർത്ഥ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ വലിയ ദൈവത്തിന്റെ കൃപകൾ അവരുടെ മേൽ വർഷിക്കപ്പെടും. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിശുദ്ധാത്മാക്കളുടെ പഠനങ്ങളും സഭയുടെ പഠനങ്ങളെല്ലാം ഉള്ളതാണ്. നമ്മുടെ സഭയുടെ വലിയൊരു വിശ്വാസമാണത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബം മരണം വഴി വേറെ നമുക്കറിയാം, അവർക്ക് പിന്നീട് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമാണ് അവർക്ക് സഹായകമായി തീരുന്നത്. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എഫേസ്യസ് ലേഖനം 3:18 എഫേഷ്യൻ ചാപ്റ്റർ 3:18. കർത്താവ് ഇതിന് ശക്തി തരട്ടെ എന്നുള്ളതാണ് വചനം. അതിന് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കുറേ സംഗതികൾ പറയാം. നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നല്ലൊരു പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയപ്പെട്ട. നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതായത് നമുക്കൊരിക്കലും ഈശോ എത്രമാത്രം, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ്. അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു അല്ലേ. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. യോഹന്നാൻ 3:16 നമുക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ സ്നേഹം, ദൈവസ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈശോന്റെ സ്നേഹം ചില വ്യക്തികൾ പറയാറുണ്ട്, നമ്മളിതിപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ അല്ലേ, എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ എൻ്റെ കൂടെ വീഡിയോ എടുക്കുന്ന ബ്രദറൻ, ഇവനെ നമുക്ക് കാണാൻ വിടാം, തൊടാം, അല്ലെങ്കിൽ സംസാരിക്കാം. അങ്ങനത്തെ ഒരു ഫീലിയൽ അറ്റാച്ച്മെന്റ് കിട്ടുന്നില്ല ചില മനുഷ്യർ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിക്കോ. എല്ലാ വിശുദ്ധരോടൊപ്പം, വിശുദ്ധരെല്ലാം ഇത് മനസ്സിലാക്കിയവരാണ്. എൻ്റെ പ്രിയ പൗലോസ്ലീഹ ഇത് മരുന്ന് ഉച്ചിഷ്ടം പോലെ കരുതിയിട്ട് ഈശോയുടെ പിന്നാലെ അങ്ങോട്ട് പോവല്ലേ അല്ലേ. അമ്മ ത്രേസ്യ, യോഹന്നാൻ ക്രൂസ്, കൊച്ചു ത്രേസ്യ, അൽഫോൺസ്, എല്ലാ വിശുദ്ധരും അങ്ങനെയല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അല്ലേ. ദൈവസ്നേഹാഗ്നി കൊണ്ട് എരിയല്ലേ. അതുകൊണ്ടാണ് എല്ലാ വിശുദ്ധരോടും ഒപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അല്ലേ നീളം വീതി ഉയരം ആഴം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി കിട്ടട്ടെ. പ്രാർത്ഥിക്കുക. നിങ്ങൾക്കത് ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഇതൊരു പ്രാർത്ഥനയാക്കിയേ. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, ദൈവസ്നേഹത്തിന്റെ ഒരു അക്തി, ദൈവസ്നേഹം മനസ്സിലാക്കാനുള്ള കൃപ, ദൈവസ്നേഹം വന്ന സഹോദര സ്നേഹം വരും അല്ലേ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരും പ്രാർത്ഥന കുർബാനയിൽ സമർപ്പിക്കുക. അല്ലെങ്കിൽ കൊന്തയെല്ലുമ്പോൾ ഓൾറെഡി അല്ലേ വിശ്വാസം ഉപയോഗ സ്നേഹമാണ്. ഓരോ പ്രാർത്ഥനകളും ചെല്ലുമ്പോഴും ദൈവസ്നേഹത്തിന്റെ ഒരു തലത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിച്ചു. ഭയങ്കര വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി തുടങ്ങും. കാരണം ദൈവസ്നേഹം നമ്മൾ കൂടി വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് നമ്മൾ സഹോദര സ്നേഹം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓട്ടോമാറ്റിക് ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്ന പോലെ ദൈവസ്നേഹം നിറഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കുഞ്ഞുങ്ങളെ കേട്ടോ, ഈശോയെ സ്നേഹിക്കാൻ കൃപ തരണമേ. അങ്ങനെ സുഹൃദയം ചെല്ലിക്കുക കേട്ടോ. പഠിച്ചില്ലെങ്കിൽ ഒന്നുകൂടെ ടോക്ക് കേട്ടാൽ മതി. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നന്നായി സ്തുതിക്കാം. ഈശോയെ ആരാധന ആരാധന ആരാധന. കർത്താവെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവം അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കൃപകൾ കൊണ്ടും എല്ലാം ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ്, ദൈവസ്നേഹത്തിന്റെ നീളം വീതി ഉയരം ആഴം അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ ഒരു പ്രത്യേക കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. ഇതെപ്പോഴും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയായി മാറ്റപ്പെടട്ടെ. ഒരു സുഹൃദജപം അങ്ങനെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശീർവദിക്കുക.
അതുപോലെ തന്നെ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ് കർത്താവ് സ്വർഗത്തിലായിരിക്കുന്ന മുഴുവൻ ആത്മാക്കൾക്കും കൂടുതൽ പ്രകാശം ഉണ്ടാകാൻ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞ് ശുദ്ധിയാനുസരണത്തിലായിരിക്കുന്ന മുഴുവൻ ആത്മാക്കളും ഈശോയുടെ നാമത്താൽ, ഈശോയുടെ രക്തത്താൽ, ഈശോയുടെ വചനത്താൽ, ഈശോയുടെ കുരിശിന്റെ അടയാളത്തിന് മുദ്രയിടപ്പെട്ട് കർത്താവേ സ്വർഗത്തിലേക്ക് കയറ്റാൻ തിരുവള്ളമാകണമേ. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.